കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന ആരോപണത്തിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനാകാതെ അന്വേഷണ സംഘം. മൊഴി നൽകാൻ ബന്ധുക്കൾ എത്താൻ വൈകുന്നതിനാലാണ് അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത് എന്നാണ് ഔദ്യോഗികമായി നൽകുന്ന ഒരു വിശദീകരണം. അതേസമയം 3 അംഗ അന്വേഷണ സംഘത്തിലെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി അന്വേഷണ സമിതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് വാണിമേൽ സ്വദേശി റീജിത്ത് മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായി 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. 48 മണിക്കൂറിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി, സർജറി പ്രൊഫസർ ഡോക്ടർ രാജൻകുമാർ, മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഷാജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉള്ളത്. എന്നാൽ ഡോക്ടർ രഞ്ജിനി അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പകരം പുതിയ ആളെ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല. റീജിത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാൻ സാധിക്കാത്തതെന്നാണ് കുടുംബവും നൽകുന്ന വിശദീകരണം. ഇതോടെ 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. ഇടത് വൃക്കയ്ക്ക് പകരം വലതു വൃക്കയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയതാണ് വാണിമേൽ സ്വദേശി റീജിത്ത് മരിക്കാൻ കാരണമായതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 2025 ഓഗസ്റ്റിലാണ് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഓഗസ്റ്റ് 6-ന് കീഹോൾ ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കി. എന്നാൽ ഇടതുഭാഗത്തിന് പകരം വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും പിന്നീട് ആരോഗ്യനില വഷളായി എന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. 2026 മെയ് 18-ന് റീജിത്തിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശത്തിനും വൃക്കകൾക്കുമുണ്ടായ അണുബാധയെ തുടർന്ന് ICUവിൽ കഴിയവെയായിരുന്നു റീജിത്തിന്റെ മരണം. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പോലീസ് എന്നിവർക്ക് ബന്ധുക്കൾ പരാതിയും നൽകി. അന്വേഷണത്തിന് നേതൃത്വം നൽകേണ്ട ഡോക്ടർ രഞ്ജിനി അന്വേഷണ സംഘത്തിൽ നിന്നും പിന്മാറിയതോടെ സംഘത്തിലേക്ക് പുതിയ ആളെ ചേർക്കുമോ അതോ ശേഷിക്കുന്ന 2 അംഗ സംഘമാണോ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.